ഇതുവരെ എഴുന്നേറ്റില്ലയോ? കേശു, ഡാ അങ്ങോട്ട് എഴുന്നേറ്റേ, എഴുന്നേക്കങ്ങോട്ട്. ചേട്ടനും അനിയത്തും കൂടെ സുഖം പിടിച്ച് കിടന്ന് ഉറങ്ങുമോ അല്ലയോ? അങ്ങോട്ട് എഴുന്നേക്ക, എഴുന്നേക്കങ്ങോട്ട്. ലീവുള്ള ദിവസമല്ലേ കിടക്കണ്ടേ? പിന്നെ ലീവുള്ള ദിവസം ഒന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് എഴുന്നേറ്റ്. നിന്റെ കൊറേ തുണി അലക്കാൻ കിടപ്പുണ്ട്, അതെല്ലാം കൊണ്ട് അലക്കിയിട്. അങ്ങോട്ട് എഴുന്നേക്കടാ. ലീവായിട്ട് പുറത്ത് കിടക്കാനും പറ്റില്ല. ലീവാന്നും പറഞ്ഞോണ്ട് രാവിലെ എഴുന്നേക്കണ്ടായോ? നീയേ എണീറ്റ് പോയി നിന്റെ കൊറേ അലക്കാൻ കിടപ്പുണ്ട് തുണി, അതുകൊണ്ട് അലക്കിയിട്. ചേട്ടാ അലക്കിടുമ്പോ എന്റെ തുണി ഇങ്ങനെ അലക്കിയിടണേ. ഉറക്കല്ലായിരുന്നാ? അങ്ങോട്ട് എഴുന്നേക്ക്, അങ്ങോട്ട് എഴുന്നേറ്റാ വാറു, എഴുന്നേക്ക് അങ്ങോട്ട്. എന്താണിത്? നല്ല സുഖം പിടിച്ച് വരുമായിരുന്നു. ഒരു കാര്യം ചെയ്യും, അമ്മമ്മയും കൂടി ഇവിടാന്ന് കിടക്ക്. പിന്നെ എണീറ്റ് കഴിഞ്ഞ ഉടനെ ഫോൺ എടുത്ത് കൈവച്ചോണം. പണ്ട് ഇങ്ങനൊന്നും ആയിരുന്നില്ല. പണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ കൈ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് പിടിക്കും. എന്നിട്ട് കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ ഫോണിലാ പ്രാർത്ഥന. ഞാൻ ഇപ്പൊ അതേപോലെ മറ്റേ ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങനെ എടുത്തത്. എന്തരമ്മ, നാട് ഓടുമ്പോൾ നടുവേ ഓടണം. പുതിയ പുതിയ മാറ്റങ്ങൾ, കാലത്തിന്റെ മാറ്റങ്ങൾ നമ്മൾ അനുകൂലിക്കണം. നിനക്കേ നല്ല മാറ്റമുണ്ട്, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എഴുന്നേറ്റ് അങ്ങോട്ട് വന്നേ. എണീ കേശേട്ടാ, ഇനി എണ്ണീച്ച് പോവാ. ഇനി കിടന്നാലേ അമ്മ എടുത്തിട്ട് അലക്കും. പറഞ്ഞാലും കാര്യമുണ്ട്. രണ്ടാഴ്ച പോവല്ലേ? 5 മിനിറ്റ് കിടക്കുന്നില്ല. ഒരു കാര്യമില്ലായിരുന്നു. ഒരുത്തും വീണ് എന്നാ സഹായിക്കാം. എവളെയാണല്ലോ ഇത്ര നേരം കെട്ടിപ്പിടിച്ച് കിടന്ന്. ഏച്ചി പോടി. ശരിയാവൂല. എങ്ങോട്ട് വരണ? ഈ പുതപ്പിനെ ആര് മടക്കി വെക്കും? ചേട്ടനും മടക്കി വെക്കും. എന്തോ ചേട്ടൻ മടക്കി വെക്കുമെന്ന് നോക്കിയിരിക്കും. മടക്കി വെച്ചിട്ട് വാ അങ്ങോട്ട്. ചേട്ടൻ മടക്കി വെക്ക്. നീ മടക്കി വേടി, നീ മടക്കി വെച്ചാ മതി. അവിടെ കിടക്കട്ടെ. ചേട്ടാ, എനിക്ക് ഉറക്കം മതിയായില്ല. എനിക്കും മതിയായി. ചേട്ടാ, നമുക്ക് പിന്നെയും പോയി കിടന്നുറങ്ങിയാലോ? അമ്മൂമ്മ ഏറെ കയറ്റും. നിനക്കത് വേണം? വേണ്ട. എന്നാ പിന്നെ എനിക്ക് ചായ ഇട്ടുണ്ടോ? ചായ ആണേ പോയി കുടിയടി പാടി. അതിപ്പോഴാണ് എണ്ണീച്ചേ? நான் காலையில எந்திரிச்சேன். கௌரி ரூம்ல துணியெல்லாம் மடிச்சிட்டு இருந்தேன். நீங்க இப்பதான் எந்திரிச்சிங்களா? അമ്മമ്മ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല ആന്റി. എന്നിട്ട് കേശേട്ടന് രാവിലെ എണ്ണീച്ച് കൈ നോക്കി പറയാനുള്ള മന്ത്രം വരെ പറഞ്ഞു കൊടുത്തു. மந்திரமா? கராகிரே வசதே லட்சுமி தானே? அது எனக்கும் தெரியும். கராகிரே வசதே லட்சுமி, கரமத்தியே சரஸ்வதி, கரமூலே ஸ்திதௌ கௌரி, பிரபாதே கரதர்ശനം. അതെ. അതന്നെ. എന്താ ഇവിടെ ഒരു ചർച്ച? ഒന്നുമില്ലമ്മാ. ഒന്നുമില്ല. ചിലതൊക്കെ ഞാൻ അവിടെ നിന്ന് കേട്ടു. എൻ്റെ കയ്യിലിരിക്കുന്നതേ ചൂല. ഇത് വെച്ചൊരു പ്രയോഗമുണ്ട്. ചതിക്കല്ലേ അമ്മൂമ്മേ? നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. ഈ വാസ്യങ്ങൾ എന്തിനാണ് ഈ രാവിലെ കിടന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണത്? ഇപ്പൊ തന്നെ 3 തവണ വിളിച്ച്. അവനെന്താ വേറെ ഒരു ജോലിയില്ലേ? கேசு, நம்ம நல்லதுக்கு பண்ணினது இப்படியெல்லாம் ஆகும்னு நினைக்கவே இல்லை. ഞങ്ങ പണിയതിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ആന്റി പണിയതിലാണ് ഉള്ള പ്രശ്നം മൊത്തം പറ്റിയത്. ഞാൻ എന്നെ പണിനേൻ? എന്നെ പണിനേന്നാ? ഓഹോ, പാവം വാസ്യങ്ങൾ. മുമ്മ കഴിക്കാൻ വല്ല ഉണ്ടോ? നീ പല്ല് വെച്ചോ? എന്നാ പോയി പല്ല് ചെയ്തേക്ക്. അമ്മൂമ്മ എന്താ പല്ല് തേച്ചായിരുന്നോ? ഇല്ല. എന്നാ പോയി രണ്ടുപേരോടെ പോയി പല്ല് തേച്ചാട്ടെ. എന്റെ ബ്രഷ് അങ്ങിരിക്കും. ഞാൻ കിച്ചണിൽ പോകാം.
കൊച്ചേ നീ പോയി അതിനെ വിളിച്ചോണ്ട് വാ, പോ. എടാ നീ ഒന്ന് ചെന്ന് നോക്ക്, അല്ല ഭിക്ഷക്കാരും ഒന്നും അറിയാൻ പറ്റുമോ? ആയിരിക്കാനാണ് കേട്ടോ സാധ്യത. സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. അല്ലടാ വല്ല പ്രശ്നക്കാരും ഒന്നും നമുക്ക് അറിയത്തില്ലല്ലോ. പ്രശ്നക്കാരാണെങ്കിൽ എടാ കയ്യിൽ വല്ല ആയുധം വല്ല ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റൂ. വാ ആന്റി. விடு பாரு, எனக்கு வேண்டாம், எனக்கு பயமா இருக்கு. அம்மா எனக்கு பயமா இருக்கும்மா. ഒന്ന് പതുക്കെ പറഞ്ഞ, നിനക്ക് എന്തൊരു കുഴപ്പമായത്? பயம் யாரது? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇനിയിപ്പോളേ ചിലപ്പോ മധുരന്ന് കനകാന്റിയെ കാണാമെന്ന് ആരേലും ആണെങ്കിൽ, ലേറ്റായി പോയിട്ട് വന്നിവിടെ കിടക്കുകയാണെങ്കിൽ. ആ ബാണ്ടക്കെട്ട് കണ്ടിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാന്നാ തോന്നുന്നത്. തന്നെ കേട്ടോ, സൈഡിൽ ബാഗും ഉണ്ട്. அப்படினா சந்தன மாதிரியா இருக்குமா? കൂപ്പിട്ട് പാർ. சந்தன மாதிரி அது இல்ல, குரல் ஆம்பளை மாதிரி இருக்கு. அப்படினா குமரேச் அண்ணா இருக்குமோ? குமரேச் அண்ணா அவர் இல்லடா. அவர் இருந்தனா ஒரு கூப்பிடல அவர் எழுந்திருப்பாரு. കേശോട്ടാ പോയി നോക്ക്. ഓ ഭയങ്കര ധൈര്യശാലിയാന്നാ പറയുന്നത്. പേടിച്ച് നിൽക്കുന്ന കണ്ടില്ലയോ? ഞാൻ ആദ്യം പോകാൻ തുടങ്ങുന്നല്ലേ, അപ്പൊ അമ്മൂമ്മയല്ലേ പറഞ്ഞ് പേടിപ്പിച്ചത്. കത്തി വല്ലും കാണും, ആയുധം വല്ലും കാണും പറഞ്ഞിട്ട് ചുമ്മാ കളിക്കല്ലേ. കേശോട്ടാ ധൈര്യമായിട്ട് പോയി നോക്ക്. ஆமா கேசு, நீ பாரு, எதா ஒண்ணுனா நாங்க 3 பேருமா இப்படி எஸ்கேப் ஆயிப்போம். நீ வந்து மதில் சாடி எஸ்கேப் ஆயிக்கோ. ഓ അപ്പൊ ഞാൻ മാത്രം ഒറ്റയ്ക്ക് എന്ന് കയറിട്ട് നിങ്ങൾ എല്ലാവരും എസ്കേപ്പ് ആയിക്കോളൂ അതല്ലേ? കേശോട്ടാ ശൂലംകുടിയുടെ മാനം കളയല്ലേ. അപ്പൊ നീ ഏത് കുടുംബത്തിലേടി? എടാ ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുമല്ലയോ, നീ ഒന്ന് പോയി നോക്ക്. ചെല്ല്. എന്താടാ എന്നെ കൊല്ലാൻ നോക്കണടാ? വാസ്യങ്ങളാ നിങ്ങളെന്താ ഇവിടെ? അമ്മൂമ്മ, എല്ലാത്തിനും വിളിച്ച് കൂട്ടടാ, എല്ലാം കൂടെ വന്നെ തിന്നിട്ട്. അമ്മൂമ്മ കനകാന്റെ പാറേ. ആ നീ ആയിരുന്നോ? എടാ നീ എന്തിനാ ഇവിടെ വന്ന് നടന്നേ? നിന്റെ വീട്ടിലേക്ക് സ്ഥലമില്ലയോ? വീട്ടിൽ സ്ഥലമില്ല, വീടെല്ലാം പോയി. எங்க போச்சு? കാക്ക കൊത്തി പോച്ച്. എന്നെ ഇവിടെ ഒന്ന് പറയിപ്പിക്കല കേട്ടാ. മുമ്പ് ഒരു ദിവസം ഇവിടെ വന്ന് കിടന്നപ്പോ ഇതുപോലെ ചവിട്ടി ഉരുട്ടിയാണ് എല്ലാം കൂടെ. അയ്യോ കനകം, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാ? இருக்கு, தோசை சாம்பாரும் இருக்கு. ആ പെട്ടെന്ന് എടുത്ത് പോയി, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. അയ്യോ അയ്യേ, ഒരു ചെരുപ്പ് എവിടാ? ഒരു ചെരുപ്പ് എവിടെടാ? എവിടെ? പട്ടി കൊണ്ടുപോയാ? അയ്യോ, ഇതെങ്ങോട്ട് പോവാ? ഞാൻ ഒന്ന് കുളിച്ചിട്ട് പോയാ. കുളിച്ചിട്ട് വരാന്ന്. വെളിയിൽ പൈപ്പ് ഉണ്ടല്ലോ ബാക്കിലല്ലേ, ബാത്റൂം ഉണ്ടല്ലോ. കറക്റ്റ് കേട്ടാ, എല്ലായിടത്തും വൈ പോ. കേശുവേ സോപ്പ് ഉണ്ടാടാ, അങ്ങ് പറയാൻ കൂടെ കൊണ്ടുപോ. എന്തുവാടാ ഇത്? எனக்கு ஒண்ணுமே புரியல அம்மா. എനക്കും പുരിയല്ലേ? എനിക്ക് മനസ്സിലായി. അങ്കിളിന്റെ വീട്ടില് വെള്ളപ്പൊക്കം വന്നു തോന്നുന്നു. കേറിപ്പൊടിയാത്തു. മൂന്നേരും കൊള്ളാൻ കേട്ടാ. ഞാൻ വിചാരിച്ച് എന്നെ ഒന്ന് രക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുമെങ്കിലും ചെയ്യുമെന്ന്. നേരെ എന്നെ അങ്ങോട്ട് തള്ളി വിട്ടിട്ട് അങ്ങ് മുങ്ങി. എടാ ഞാൻ വെട്ടുകത്തി എടുക്കാൻ പോയതാ. എന്തിനാ മൂമ്മ? അടിക്കാട് വെട്ടാനാ? ഇതിപ്പോ എന്താ കഥ? அதுதான் அம்மா எனக்கும் புரியவே மாட்டேங்கிறது. കുളിച്ച് കുട്ടപ്പനായിട്ട് വരണുണ്ട്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ അപ്പൊ തന്നെ തറപ്പിച്ചിരുന്ന ഓട്ടം. ஒருவேளை
ஒருவேளை அவங்க வீட்டுல தண்ணி இருக்காதுன்னு நினைக்கிறேன்னா அப்போ இங்க வந்து குளிச்சுட்டு போலாம்னு நினைச்சிருப்பாங்க. எங்க மதுரையில எல்லாம் அப்படிதான். எங்க வீட்டுல தண்ணி இல்லைன்னா நாங்க பக்கத்து வீட்டுல போய் കുളിച്ചിട്ട് வருவோம். അതെങ്ങനെ ശരിയാവും? അവന്റെ വീടൊക്കെ പോയെന്നല്ലേ അവൻ പറഞ്ഞേ? എന്തൊക്കെയൊക്കെയോ പറയണ, എങ്ങോട്ടൊക്കെയോ പോണു. എനിക്ക് തോന്നുന്നത് വലിയ പ്രശ്നമായെന്നാ. ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ ആറടി മണ്ണിൻ്റെ മാമിയേ, ഈടായിട്ടേ കുളിച്ച് കഴിഞ്ഞാൽ നേരെ തലവർത്തിയിലെങ്കിലും ഉണ്ടല്ലോ അപ്പോഴും നിർദോഷം വരും. രാഷ്ട്രീയത്തിൽ പൊടി ഇരിക്കുകയാണ്. ഇല്ല, കുറച്ച് മുളക് പൊടി ഇരിപ്പുണ്ട്, എടുക്കട്ടെ? ഈടായിട്ട് മാമി ഭയങ്കര കൗണ്ടറായിട്ട് വന്നിരിക്കുകയാണ് കേട്ടാ. കനകം എന്തിനു വായി നിൽക്കുന്നത്? അടുക്കളോട് ചെടി ദോശ എടുത്തോണ്ടോ, ഉഴുന്ന് പൊടിയാ, വെളിച്ചെണ്ണേ, ചമ്മന്തി അന്തരം ചേട്. ആ പിന്നെ കട്ടൻ ചായ വേണ്ട, ചായ മതി, കടുപ്പത്തിലിട്ട് ചൂടോട് കൊണ്ടുതരേണ്ട. കനകം അവിടെ ഒന്ന് നിന്നേ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നീ ഇപ്പൊ ഈ ഭാണ്ടക്കെട്ടുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന എന്തിനാ? അങ്ങളെ ശരിക്കും എന്തിനാണ് പ്രശ്നം? പ്രശ്നം എന്താ നിനക്ക് അറിഞ്ഞു വരടാ? അവൻ സ്റ്റാറ്റസ് ഇടാൻ പോയിരിക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക്. കനകം എൻ്റെ കൈ പിടിച്ച് കേക്ക് മുറിക്കുന്നതും കനകം എൻ്റെ വായിൽ എടുത്ത് കേക്ക് വെച്ചിരുന്നതൊക്കെ അവിടെ കരുതി വിളിക്കൊണ്ടിരിക്കുന്നു. അവിടെ ആ പ്രശ്നം ഇതുവരെയായിട്ടും തീർന്നില്ലേ? ഞാൻ പുഷ്പലത ആന്റി വിളിക്കണ? നീ വിളിച്ചോളേ, അവസാനം ഞാൻ നിന്നെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നു പറയൂടാ. ഞാൻ കൂപ്പിട്ട് പേசுறேன்னா എന്റെ പൊന്നേ വേണ്ട, വെട്ടാൻ പറഞ്ഞ പോത്തിന്റെ അടുത്ത് പിന്നെയും വേദ ഓതാം. അവള് കളിതുള്ളി വന്നാണ്ടല്ല പിന്നെ പിടിച്ചാ കിട്ടൂല. എടാ, അത് അവളുടെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നില്ലയോ? നമുക്കെല്ലാരും കൂടെ സംസാരിക്കുമ്പോ അങ്ങ് ശരിയാവും. എടാ, അതിന് നീ ഈ ബാഗും പൊക്കണമൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വന്ന എന്തിനാ? മാമി എന്തിനു പറയണത്? അവളെ വിളിച്ച് വീടിന്റെ ഓണറെ വിളിച്ചിട്ട് പറഞ്ഞ് ഇനി അവള് വാടക കൊടുക്കൂല, എന്നെ അവിടെ നിന്ന് മാറ്റണമെന്ന്. അഥവാ മാറ്റിയില്ലെങ്കിൽ അവള് കേസ് കൊടുക്കുന്നു ഓണറെ പേരിൽ. എനിക്ക് അയാൾ എന്തൊരു ഒത്താശ ചെയ്തു തന്നു അവിടെ. സംഗതി അവിടെ വരെ എത്തിയാ? ഓ പറഞ്ഞില്ലല്ലേ? പാവം ബാസ്യങ്ങള്, വീടില്ലാത്താനാവില്ല. കേശോട്ടാ, നീ എന്ത് ചെയ്യും? വാസ്യങ്ങളെ, അങ്കിളുടെ അവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലായി. പുഷ്പലത ആന്റി ഒരു പോത്താണ്. ഈ വെട്ടാൻ നിൽക്കണ പോത്തിനടുത്ത് വേദം ഓതിയിട്ട് കാര്യമില്ല ആസാനം. അപ്പോ നീ കുറച്ച് സമയം വേണ്ട വരും. അങ്കിൾ അതുവരെ ഒന്ന് പിടിച്ചേക്ക്. നീ ഒരു കാര്യം ചെയ്, പ്രാവച്ചമ്പലത്ത് അമ്മയുടെ അടുത്ത് എന്നേക്ക്. അങ്ങ് ചെന്ന് കയറി കൊടുത്താൽ മതി. അമ്മ അവിടെ ചൂല് ചാണകത്തെ മുക്കി വെച്ചിരിക്കണത് എന്നെ അടിക്കായി. അവിടെ നാട്ടിൽ മൊത്തം പാട്ടായി. പറയണെന്നറിയാമോ, ഞാൻ ഏതോ തമിഴത്തെ വിളിച്ചോണ്ട് ജീവിക്കണം. തമിഴത്തിയാ? യാരെന്താ തമിഴത്തി? എന്താ എന്ന് പറഞ്ഞാൽ നിനക്ക് എവിടെങ്കിലും ഒന്ന് കിടക്കണ്ടായോ? ഓ പാവം ബാസ്യങ്ങള്, കൊട്ടാരം പോലത്തെ വീടിൽ കിടന്ന മനുഷ്യനാ. ഇപ്പൊ കയ്യിരിപ്പ് കാരണം പെരുവഴിയായി. കേശോട്ടാ, എന്തോ പറയലോ, മാള് പുറത്ത് കേറിയാ? ഓ അത് ആ, മളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. 2-4 നീട്ടി പാറാ അങ്ങോട്ട് പാടി പോണവൻ. ഐഡിയ താമസിക്കാനൊരു സ്ഥലം കിട്ടിപ്പോയി. വാസികളെ, നല്ല പെർഫെക്റ്റ് സ്ഥലം കിട്ടി. നമ്മുടെ പാറമടയുടെ സൈഡിലുള്ള ഷെഡില്ലേ, അങ്ങൾ അവിടെ താമസം തുടങ്ങിക്കോ. അത്യാവശ്യം തട്ടിക്കൂട്ട് വരികയൊക്കെ ചെയ്താൽ മതി. എന്തായാലും ഒരാൾക്കിടക്കുള്ള സ്ഥലമുണ്ട്. പിന്നെ ഈ വെള്ളത്തിന്റെ കേസ് കുളിക്കാനൊക്കെ ഉള്ളു. പാറമട കിടക്കല്ലേ, എടുക്ക സിമ്പിൾ. പിന്നെ உங்களுக்கு ஏதா பாத்தனம் எல்லாம் தேவை இருந்ததுன்னா சொல்லுங்க, நான் கொடுத்து அனுப்புறேன். എടാ, അവിടെ ഭയങ്കര കൊതുകല്ലയോ? അതിനിപ്പോ എന്തിനാ പ്രശ്നം? ഒരു കൊതുകുരി മേടിക്കുക, തലയ്ക്കുമ്പത്ത് കത്തിച്ചു വെക്കുക, കാലിലെവിടെയും കത്തിച്ചു വെക്കുക, പ്രോബ്ലം സോൾവ്. ഒരു വാഴ എടുത്ത് കിടത്തറ തന്നെ. എന്നിട്ട് തലയ്ക്കും കാക്കയും ഒരു തേങ്ങ പൊട്ടിച്ച് പോയി വച്ചിട്ട് കത്തിരി. അങ്ങളെ ധൃതി പിടിക്കുക അങ്ങളെ. അല്ല, ഞാൻ പറയാൻ പറഞ്ഞ കാര്യം കേക്ക് ഫുള്ള്. ഇപ്പൊ അങ്കിളിന്റെ അവിടെ താമസിക്കാം. പക്ഷെ ഞങ്ങൾ അവിടെ ഒരു ഷെഡിൽ ഒരു പരിപാടി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അത് തുടങ്ങി കഴിയുമ്പോൾ അങ്കിൾ അവിടെ കിടക്കാൻ പറ്റില്ല. അപ്പൊ ഏജ് പോക്കണം. എങ്ങോട്ട്? അപ്പുറത്ത് വേറെ ഷെഡ് ഉണ്ട്, അവിടെ താമസിക്കാം. അവിടെ നിങ്ങൾ വല്ല പരിപാടി തുടങ്ങിയ അവിടെ നിന്ന് കഴിച്ചു പോകണം. പോടാ അങ്ങോട്ട്. അപ്പൊ ഐഡിയ കൊണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾ ആരും ഇനി ഒരു ഐഡിയയും പറയണ്ട. ഞാൻ ഇവിടെ കിടന്നോളാം. ഓ എന്ത് ഭയങ്കര അതിശയം. എല്ലാരും കൂടെ ഒപ്പിച്ച പണിയല്ലേ. ഞാൻ തണ്ട എന്റെ അളിയന്റെ റൂമിൽ കിടന്നോളാം, ആ സോഫയിൽ കിടന്നോളാം. പിന്നെ എനിക്ക് 3 നേരം ആഹാരം തരണമെന്ന് ഞാൻ പറയണില്ല. 2 നേരം നല്ല സുഭിക്ഷമായിട്ട് തന്നാൽ മതി. പിന്നെ 3 നേരം തരണമെന്ന് നിർബന്ധമാണെങ്കിൽ തരാം. ഒരു മിനിറ്റ്, ഈ ഷർട്ട് കുട്ടുമാമന്റെ ഷർട്ടാണല്ലോ. ഞാനും ആലോചിച്ചത് ആരേടേ കുട്ടുവിന്റെ. അവിടെ ഇരുന്ന് ഈ തോർത്താരെ കഴിവിടെ ഭയങ്കര സ്മെല്ല്. അച്ഛന്റെ. അയ്യോ അമ്മ. കനകം, ഉച്ചയ്ക്ക് അങ്ങനെ മീനൊക്കെ ഉണ്ടാ?
ആ അവനിനി ഇവിടാന്നാ താമസിക്കാൻ പോന്നേ? അങ്ങനല്ലേ ഇപ്പൊ പറഞ്ഞേ? നന്നായിരിക്കും നന്നായിരിക്കും. അങ്ങേരി ആ കനകാന്റി, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ആന്റിക്ക് ഇപ്പോഴും ബാസ്യങ്ങളും പുഷ്പലത ആന്റിയോടുള്ള പ്രശ്നം തരുന്നത് മനസ്സിലായില്ല? ஓ தெரியுமே. ആ എന്തര്? அவங்க ஹாப்பி வெட்டிங் ஆனிவர்சரிக்கு தனியா கேக் முறிச்சது தானே பிரச்சனை. ബാസ്യങ്ങൾ ഒറ്റയ്ക്ക് കേക്ക് കുറിച്ചാണ് പ്രശ്നം എന്നാണ് ആന്റി വിചാരിച്ചു വെച്ചേക്കണേ. ஆமா. ഡേയ്, വലിയ കമ്പിളി ഇറങ്ങിയുണ്ടോ? എന്തിനാ അവിടെ നിൽക്കല്ലേ? ഓ ഒരെണ്ണം പറിച്ച് ഇതിന്റെ വായി കയറ്റി വെച്ചു കൊടുക്കും. എന്താടാ ഇത്? വിളിച്ചോണ്ട് പോടേ. ഞാനാ ഒരു സാധനം. அது என்ன அவர் அப்படி சொன்னாரு? Two little turkey birds sitting on the tree. One named Peter, one named Paul. Fly away, Peter, fly away, Paul. Come back, Peter, come back, Paul. പറയ്. എന്തോ ഇവിടെ ഒരാളെ കിടക്കണ കണ്ടാ? അകണ്ട് ഏ അകണ്ട് പിന്നെ കിടന്ന് ബഹളം കാണിക്കുന്നേ? പറഞ്ഞിട്ടില്ലേ ബഹളം ഉണ്ടാക്കലെന്ന്? കഴിച്ചകത്ത് പോ 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 പോ. എനിക്ക് കുറെ പഠിക്കാനുണ്ട്. പഠിക്കാനുണ്ടെങ്കിൽ അകത്തെങ്ങാനും ഇരുന്ന് പഠിക്കണം. അങ്ങനെ ഒരു സ്വസ്ഥത തരൂലേ നീ ഒന്നും? ഈ വീട്ടിൽ എനിക്ക് സ്വസ്ഥത തരൂലേ? പോ പോ, കഴിച്ചു പോ. ഉറങ്ങി വന്നായിരുന്നു. അങ്കിൾ എന്തിനാ എന്നെ വഴക്ക് പറയുന്നേ? ഞാൻ പുറത്ത് നിന്ന് കളിച്ചോണ്ടിരുന്നപ്പ അങ്കിൾ എന്നെ അടിച്ചോടിച്ച്. എന്തിനാണ്? ഞാൻ സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കല്ലായിരുന്നു ആ ബെഞ്ചിൽ. വേറെ ആലോചിച്ചോണ്ടിരിക്കല്ലേ? അതിൻ്റെ ഇടയിൽ ശല്യപ്പെടുത്തിയാലാ? ആ മിണ്ടാ, കഴിച്ചു പോ. അത് പോത്തു. എന്തൊരു ശല്യം ഇത്. ശല്യോ? Two little turkey birds sitting on the tree. One named Peter, one നീ named... മനപ്പൂരം കാണിക്കണല്ലേ? നിനക്ക് നേരത്തെ എടുത്ത കമ്പ് അയ്യോ! നീ വേട്ട എന്റെ കൈ കിട്ടും. അത് കമ്പ് എടുക്കേണ്ട സമയത്ത് കമ്പ് എടുക്കുക തന്നെ വേണം. ഹാസി, എന്തുവാടാ? അവള് പോയപ്പോ മാമി വന്നാ? എന്തിനാ മാമി? നീ എന്താ ഇവിടെ കിടന്ന് കളിക്കുന്നേ? കളിക്കുന്ന മാമിക്ക് അകത്താനും പോയിരുന്നു. എന്താ മാമി? മാമി, ഞാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. മാമി പിള്ളേരെ വിളിച്ചോണ്ടെങ്കിൽ പടവലത്ത് പോയി. കേശു, ഓൻ പറയുന്ന കേട്ടോ. ബാസ്യങ്ങളെ, ശരിക്കും അങ്കിളുടെ പ്രശ്നം എന്തിനാണ് എനിക്ക് മനസ്സിലാവണില്ല. അങ്കിൾ ഉച്ചയ്ക്ക് ചോറും മീൻകറിയും തന്നപ്പോ പറഞ്ഞ് മീൻകറിക്ക് എരിവും പുളിയില്ലെന്ന്. ഇല്ലായിരുന്നടാ. ചോറ് വെന്തില്ലെന്ന് പറഞ്ഞ്. ബന്ധില്ലായിരുന്നടാ. കഞ്ഞിവെള്ളം കിട്ടിയില്ലെന്ന് പറഞ്ഞ്. കിട്ടിയില്ലടാ. അങ്കിളുടെ പ്രശ്നം എന്തിനാണ്? ഇതൊക്കെ വലിയ പ്രശ്നമല്ലടാ. കേശു, യവൻ നേരത്തെ കനകത്തിനോട് പറയുന്നേ, യവന്റെ പാണ്ടക്കെട്ടിനകത്ത് കുറച്ച് തുണി ഇരിപ്പുണ്ട്, അതെല്ലാം കനകം എടുത്തോണ്ട് പോയി കഴുകി തേച്ച് വെക്കാൻ. ആ പിന്നെ മുണ്ട് കഞ്ഞി വെക്കണം കേട്ടാ. ബാസ്യങ്ങളെ, എന്താ എന്ത് പറ? എന്ത് എടാ, നീയൊക്കെ എല്ലാം കൂടെ തന്നെ എന്റെ വെഡിങ് ആനിവേഴ്സറി നടത്തി എന്നെ ഇങ്ങനെ ആക്കിയത്, വഴിയാധാരം ആക്കിയത് നിങ്ങൾ തന്നെ. അപ്പൊ എന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങ് ഏറ്റെടുത്ത് ചെയ്തോളാം. നിങ്ങൾ എന്നെ അങ്ങ് ഏറ്റെടുത്തോ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. എങ്ങനെ കഴിഞ്ഞോന്നറിയാം ഞാൻ. ഇപ്പൊ എന്തരായി? ഇതാരെ കുറ്റം? നോക്കൊന്നും വേണ്ട മാമി. ഹാസി, നീ ഒരു നടക്കൊന്നും പോവത്തില്ല. ഞാനൊരു കാര്യം പറയാം. നീ അടങ്ങി ഒതുങ്ങി ഇവിടെ നിൽക്കുവാണെങ്കിൽ ഞാൻ പുഷ്പലതയൊക്കെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാം. ഇന്നോ നാളെയോ. അതുവരെ അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം. ബാസ്യങ്ങളെ, എടാ ഒന്ന് പോടേ. ഒന്ന് എന്തിനാ നോക്കിക്കൊണ്ടിരിക്കണേ? പോച്ചേ, എത്ര ദിവസം സഹിക്കേണ്ട വരുമോ എന്തോ. കമ്പെടുക്കണോ ഞാൻ? അയ്യോ, കണ്ട എല്ലാം നിൽക്കുന്ന നിപ്പ് കണ്ട. വിരട്ടി നിർത്തണോ മാമി? ഞാൻ നോക്കട്ടെ. നീ ഇത് നിങ്ങളിങ്ങനെ പോണല്ലേ? ഇവിടെ കിടക്കട്ടെ ഒന്ന് സ്വസ്ഥ. ഇവിടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്ന്. வாசியண்ணா ചായ പറഞ്ഞാ ഞാൻ കൊണ്ടുവരേ? ചായ കൊണ്ടുവരാൻ പറഞ്ഞാ? അവിടെ കിടക്ക തന്നെ. എന്നാ വന്നിട്ട് മിണ്ടാതെ കണ്ടിട്ട് പോണം. എന്നിട്ട് അവ ഉണരുമ്പോൾ ചായ കൊടുക്കണം. അങ്ങനെ ഒരു ചിന്ത വല്ലതും ഉണ്ടാ? അങ്ങ് കൊണ്ടുവരേണ് അപ്പോഴെപ്പോഴും ചായ വെള്ളം എന്ന് പറഞ്ഞോണ്ട്. പോ 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 പോ. നില്ല് നില്ല് നില്ല്. നീ കൊണ്ടുപോ.
പോവാൻ പറഞ്ഞ ഉടനെ അങ്ങ് പോവൂ. അല്ലെങ്കിൽ ഒരുത്തിന് ചായ കൊണ്ടുവന്ന് അവന് കൊടുക്കണം, തൃപ്തിപ്പെടുത്തണം. അതില്ല, അങ്ങ് പോവേണ്. என்ன ഇതെന്തര്? ഇത് പായസോ? ഇത് ഇവിടെ പഞ്ചസാര വെറുതെ കിട്ടണ? ഇതെന്തര്? ആർക്കോ വേണ്ടി ചെയ്യും പോലെ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണ്ടേ കനകം? ഒരു പുരുഷനാണ് ഇത് കൊണ്ട് കൊടുക്കണത് തന്നെ. നിന്റെ പുരുഷൻ ഇങ്ങനെ തന്നെ കൊടുത്തോണ്ടിരുന്നത് ആണാ? ആണുങ്ങളെ മതിക്കാത്ത ഞാൻ ഇനി ഇതുപോലെ മതിലിട്ടുണ്ടോ ഞാൻ എടുത്ത് വല്ല വിളയിൽ പറയും. ഞാൻ മുഖത്തെടുത്ത് ഒഴിക്കുന്നവനാണ് ഞാൻ. നീ എന്തോടാ കാണിച്ചേ? ഗ്ലാസ് താഴെ വെച്ച് കണ്ടില്ലേ? നീ എന്തുവായി കാണിച്ചേന്ന്? അതാണ് പറഞ്ഞത്, ഗ്ലാസ് താഴെ വെച്ച് കണ്ടില്ലേന്ന്. നീ എന്തിനാ ഗ്ലാസ് താഴെ വെച്ചേ? അത് ഇവിടെ ഇരിക്കണ്ടെന്ന് വിചാരിച്ച് താഴെ വെച്ച്. എടുക്കടാ ഗ്ലാസ്. എടുത്തില്ലെങ്കിൽ എടുക്കടാ ഗ്ലാസ്. എന്തിനെടുക്കണം? എടാ നീ എന്തോ പറഞ്ഞേ? പുരുഷനെ മതിക്കണമെന്ന്. അതൊക്കെ അന്തക്കാലം. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. എടുക്കടാ ഗ്ലാസ്. മാമി അങ്ങോട്ട്. നിന്റെ ഷോയും വേലയൊന്നും ഇവിടെ കാണിക്കല്ലേ. നിന്റെ ഷോയും വേലയൊക്കെ നിന്റെ ഭാര്യ എടുത്ത് കാണിച്ചാ മതി. അവളെടുത്ത് കാണിക്കാൻ പറ്റൂലെന്ന്. അതല്ല ഇവിടെ കാണിക്കണം. ഞാൻ എവിടെയെങ്കിലും കാണിച്ചോട്ട് മാമി, നിങ്ങൾക്ക് എന്ത്? എടുക്കടാ ഗ്ലാസ്. ഇല്ലെങ്കിൽ എടുക്കടാ ഗ്ലാസ്. ആരെങ്കിലും ഇടണേ. എടാ നിന്നോട് പറഞ്ഞ എടുക്കാൻ. ഞാൻ എടുക്കൂല. എടുക്കത്തില്ലല്ലോ. എടുക്കൂല. ആണെടുത്ത നെഞ്ചു വിരിച്ച് നിന്നപ്പോ പോയാ പോക്കടാ. ഭാസ്യങ്ങളെ ഭാര്യയും വീടും മാത്രമേ പോയിട്ടുള്ളൂ. ഉയിര് വേണമെങ്കിൽ ഓടിക്കോ. ഉയിര് വേണമെങ്കിൽ ഓടങ്കിലേ. നിനക്കെന്തുവാ? പാവല്ലയോ, 2 ദിവസം കൂടെ നോട്ടെന്ന് വിചാരിച്ചപ്പോ നീ ആനത്തം കാണിച്ച് ഭരിക്കാൻ വരുന്നോടാ എന്നെ. ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോടാ. മാമി, ഇതിനകത്തെ ബാസിക്ക് കയറാൻ പറ്റാത്തേ ഉള്ളൂ. അവിടെ കിടക്കല്ലേ മാമി, അവിടെ ഭയങ്കര കൊതു മാമി. ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ 6 അടി മണ്ണിന്റെ ജിമ്മി. കളിക്ക് കാണിച്ചാണ് ഷോ. അപ്പോഴത്തേക്ക് അറിയാൻ കാര്യം. മനുഷ്യ